ദൈവത്തിൽ നിന്നുള്ളത് ഏതാണെന്നും മനുഷ്യരിൽ നിന്നുള്ളത് ഏതാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിൽ നിന്നുള്ളതും സാത്താനിൽ നിന്നുള്ളത് തിരിച്ചറിയണം. ചിലർ ദൈവത്തിൽ നിന്നുള്ളതാണ് ഉപവസിച്ച് അത് കളയും. ദൈവത്തിൽ നിന്നുള്ളതാണ് നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ ആ വിശ്വാസന പരിശോധന. ആ വിശ്വാസന പരിശോധന നിന്നെ കരുത്തരാക്കാൻ. യാക്കോബ് പറയും, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസന പരിശോധന സ്ഥിരതയുള്ളവാക്കെന്നറിഞ്ഞ് അശേഷ സന്തോഷമാണ്. അത് നമ്മളെ തകർത്തുകളെ, നമ്മളെ പഠിപ്പിക്കാൻ, കരുത്തരാക്കാൻ. അത് ഉപവസിച്ചൊന്നും കളയല്ലേ. പിശാചി നാളെ റെസിസ്റ്റ് ചെയ്യും. ഹി വിൽ ഫ്രീ. അവനിൽ നിന്നുള്ളതിനെ ശാസിക്കണം. അതാണ് മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാനല്ല ശത്രു വരുന്നില്ല. ഞാൻ വന്നത് ജീവനെ തരാൻ. I came you may have life as abundantly. ഞാൻ വന്ന് ജീവനെ തരാനോ, സമൃദ്ധമായ ജീവൻ, ഒരു ബലം തരാനോ ഞാൻ വന്നത്. അപ്പൊ ദൈവത്തെ എന്നുള്ളത് തിരിച്ചറിയണം. ഇദ്ദേഹത്തിന് വ്യക്തമായി സ്പിരിറ്റിൽ താൻ കാണുകയാണ്. ആ ശൂലം തന്നത് ദൈവമാണ് അനുവദിച്ചത്. പക്ഷെ സാത്താന്റെ ദൂതനാണ് കുത്തുന്നത്. സാത്താന്റെ ദൂതൻ കുത്തുമ്പോ എങ്ങനെ ആയിരിക്കും? അപ്പൊ പൗലോസാടാ പെയ്യെ കുത്തിയാൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി, സാരമില്ല, അങ്ങനെ വല്ലതുമാണ്. പക്ഷെ അതിനെയൊക്കെ താങ്ങുന്ന ഒരു കൃപ വെളിപ്പെടുന്നുണ്ട്.